നമസ്കാരം. ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് വിധി വന്നിരിക്കുന്നു. നമ്മൾ നോക്കിയിരുന്ന വിധി, അതായത് അടിവസ്ത്രം മാറി കേസിൽ കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച കേസിൽ അഭിഭാഷകനായ ആന്റണി രാജുവിന് കിട്ടേണ്ട അടി കിട്ടിയിരിക്കുന്നു. അങ്ങനെ അടിവസ്ത്രത്തിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഒരു സായിപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു കേസ്, ശരിക്കും പറഞ്ഞാൽ അതൊരു രാജ്യദ്രോഹ കേസ് കൂടിയാണ്. അത്തരം ഒരു കേസാണ്. അതും വളരെ വളരെ ഗൗരവതരമായ മയക്കുമരുന്ന് കേസാണ്. അത്തരം ഒരു കേസിലാണ് അതിലെ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ആന്റണി രാജു ശ്രമിച്ചത്. ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി വിധിച്ചിരിക്കുകയാണ്. അത് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അതങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇനി അപ്പീലൊക്കെ പോകുമായിരിക്കും. എന്തായാലും ശരി, ഏറെക്കാലം മന്ത്രിയായിട്ടും അതുപോലെ MLA ആയിട്ടും ഒക്കെ വിലസിയത് ഇതുപോലുള്ള വളരെ ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യം, അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത, പ്രൊഫഷണൽ എത്തിക്സിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളിനെയാണ് ഇടതുമുന്നണി അവരുടെ മന്ത്രിയായി വാഴിച്ചു കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഇടതുമുന്നണിക്ക് തന്നെ ജുഗുപ്സാവഹമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊണ്ടി മുതൽ കേസാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു അണ്ടർവെയർ ആണ്. തൊണ്ടി മുതൽ എന്നുള്ളതാണ്. അത് കോടതിയിൽ നിന്ന് അത് മോഷ്ടിച്ചു കൊണ്ടുപോയി അത് മാറ്റി വേറൊന്ന് റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ കോടതിയെ വഞ്ചന, മോഷണം കുറ്റം പോലെ ശബരിമലയിൽ അതുപോലെ ചെയ്യുന്നത് പോലെ ഉള്ള നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. വളരെ ശക്തമായിട്ട്, അദ്ദേഹം തന്നെ അഭിഭാഷകനാണല്ലോ, വളരെ ശക്തമായിട്ടുള്ള വാദങ്ങൾ നിരത്തിയിട്ടും കള്ളം കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ കള്ളന്മാരെ ഓരോരുത്തരെയായിട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ അടിവസ്ത്രം കൃത്രിമം കാട്ടിയ കേസിലാണ് കോടതി വിധി. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലാണ് അങ്ങനെയാണല്ലോ ഗുഹ്യ ഭാഗങ്ങളിലുമൊക്കെ വെച്ചാണല്ലോ മയക്കുമരുന്ന് സ്വർണ്ണമൊക്കെ കടത്തുന്നത്. അങ്ങനെ ഒരു സാധനം അദ്ദേഹം പ്രതിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി, ഓസ്ട്രേലിയൻ സായിപ്പാണല്ലോ, നല്ല തൊട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കോടതിക്കകത്ത് കയറി അടിവസ്ത്രം അവിടെ തൊണ്ടിയായിട്ട് വെച്ചിരുന്നു. കോടതിയിലാണിത് വയ്ക്കുന്നത്. ആ തൊണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് വേറൊരെണ്ണം പിടിച്ച് അവിടെ വെച്ചിട്ട് ഇദ്ദേഹം കാണിച്ചു കൊടുത്തു, ഈ അടിവസ്ത്രം ഇദ്ദേഹത്തിൻ്റെ അല്ല, കാരണം ഇദ്ദേഹത്തിന് കാലിന് മുട്ടിന് മേളിലും അങ്ങോട്ട് കയറുന്നില്ല, ഇതെന്ന് കാണിച്ചു കൊടുത്തു. സായിപ്പിന് ചേരാത്ത അടിവസ്ത്രം. അങ്ങനെയാണ് സായിപ്പിനെ രക്ഷപ്പെടുത്തിയത്. സായിപ്പ് കടലിൽ കടന്നു പോയി, പക്ഷേ ആന്റണി രാജു രക്ഷപ്പെട്ടില്ല. നല്ലപോലെ കാശും വാങ്ങിച്ചു കാണും. ഇതുപോലുള്ള കള്ളന്മാരെ, നീചന്മാരെയൊക്കെ നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരായിട്ട് നമുക്ക് സഹിക്കേണ്ടി വരുന്നത് എന്തൊരു കഷ്ടം പിടിച്ച പരിപാടിയാണെന്നുള്ളതാണ്. അത് ജനനായകനായിട്ട് അങ്ങ് വിലസുക, എന്നിട്ട് ഇതുപോലെ നികൃഷ്ടവൃത്തി എന്ന് പറയുന്നത് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. നാണമില്ലേ എന്ന് ചോദിക്കാം നമുക്ക് തോന്നിപ്പോവുകയാണ്. ഇതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തസ്കരവീരൻ്റെ പരിപാടി മന്ത്രി, ജനപ്രതിനിധി കാണിച്ചു. ഇപ്പോഴും ഉണ്ടോ പൊതു മണ്ഡലത്തിൽ ഇങ്ങനെ? ഇനിയും വേറെ കോടതികളിൽ പോയിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് പരിശുദ്ധനായിട്ട് വരാനാണിപ്പോൾ നമ്മൾ സാധ്യത കാണുന്നത്. ആ രീതിയിലാണല്ലോ ഇങ്ങനെയുള്ള കള്ളന്മാരും ബലാത്സംഗികളും എല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ട് വരും. നമ്മുടെ ഭാഗ്യദോഷമെന്നല്ല എന്താ പറയുന്നത്. മാറ്റി നൽകിയതിനെ പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് കേസ്. പ്രതിയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി, പക്ഷേ ആന്റണി രാജു രക്ഷപ്പെട്ടില്ല. ഇതിലെ വകുപ്പുകളും കൂടെ പറയാം. IPC 120B, 201, 193, 409, 34 എന്നീ വകുപ്പുകളാണ്. അന്ന് ഈ ഭാരതീയ ന്യായശാസനം വന്നിട്ടില്ല. അപ്പോൾ അത് പ്രകാരമുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്പറുകളൊക്കെ ഭാരതീയ ന്യായശാസന പ്രകാരം മാറിയിട്ടുണ്ടാവണം. കോടതി ജീവനക്കാരനായ ജോസാണ് ഇതിലെ 1-ാം പ്രതി. കോടതി ജീവനക്കാരൻ ഉണ്ടാവണമല്ലോ, അല്ല കോടതി നേരിട്ട് കയറി ഇത് എവിടെ ആയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാൾക്ക് കുറച്ച് പണം കൊടുത്ത് കാണും. അങ്ങനെ പണം കൊണ്ട് നീതിയെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു പരിപാടിക്ക് എന്തായാലും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിലങ്ങിട്ടിരിക്കുകയാണ്. ശിക്ഷ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ശിക്ഷയുടെ പ്രഖ്യാപനം പിന്നുണ്ടാവും. എന്ത് ശിക്ഷയായാലും ഈ കുറ്റം വളരെ നികൃഷ്ടമായ ഒരു കുറ്റം. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നഗ്നനായി നിൽക്കുന്നത് ആന്റണി രാജുവാണ്. ആന്റണി രാജു ജോസുമായിട്ടെതിരെ ഗൂഢാലോചന നടത്തിയത് വളരെ ഗുരുതരമായ കുറ്റമാണ്. അപ്പോൾ നല്ല ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊണ്ടി മുതൽ പുറത്തെടുത്ത് അതിൽ കൃത്രിമം കാട്ടിയിട്ട് ഹൈക്കോടതിയിൽ കേസ് പ്രതിക്ക് അനുകൂലമാക്കിയെന്ന് തെളിഞ്ഞതായിട്ടാണ് കോടതി ചൂണ്ടിക്കാണിയിരിക്കുന്നത്. അത്ര പ്രമാദമായിട്ടുള്ള ഒരു കേസാണ്. എന്നിട്ട് ഏറെക്കാലം അദ്ദേഹം മന്ത്രിയായിട്ടും മറ്റും കേരളത്തിൽ ഇരുന്ന് ഭരിച്ചു, പാർട്ടിയുടെ നേതാവായിട്ടും. അപ്പോൾ പാർട്ടിയും
അതുപോലെ തന്നെ ബഹുജനങ്ങളും അദ്ദേഹം പൊതു വഹിക്കുന്ന, ഇപ്പം എന്തെങ്കിലും വഹിക്കുന്നുണ്ടെങ്കിൽ, അറിയപ്പെടുന്ന ഒന്നും ഇപ്പോൾ വഹിക്കുന്നില്ല, ആ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം അടിയന്തരമായിട്ട് രാജിവെച്ച് പോകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ രാഷ്ട്രീയം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില കത്തുകളൊക്കെ വന്നല്ലോ. അതിനേക്കാൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിധിയിലൂടെ ഇപ്പോൾ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്മുടെ രാഷ്ട്രീയം സംശുദ്ധമാക്കാനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ആന്റണി രാജു കുറ്റക്കാരനല്ല, ഒരു കുറ്റവും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് നടന്നിരുന്നു. ഇവിടെ നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇദ്ദേഹത്തിനെതിരെ വാദിച്ച അഭിഭാഷകനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം എടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ മോഷണവും അതുപോലെ തന്നെ ഈ ദുഷ്കൃത്യവും അദ്ദേഹം ചെയ്തത്. ഒരു ഓസ്ട്രേലിയൻ സായിപ്പിനെ രക്ഷിക്കാൻ വേണ്ടി, മയക്കുമരുന്ന് കടത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, മയക്കുമരുന്ന് കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ഇതൊക്കെ അതിലും ഏറ്റവും നമ്മുടെ മന്ത്രിമാരും MLA-മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ മണ്ഡലത്തിലെ രാഷ്ട്രീയ നഭസിലെ വിളങ്ങുന്ന താരങ്ങളുമൊക്കെ ചെയ്യാൻ മടിക്കില്ല. നമ്മളെ വഞ്ചിക്കും, നമ്മുടെ രാജ്യത്തിനെ വഞ്ചിക്കും. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന, മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട, ജീർണത അടിമുടി ബാധിച്ച ഒരു നേതൃത്വമാണ് ഈ വാസ്തവത്തിൽ അതിൻ്റെ ഒരു പ്രതിനിധാനമാണ്. ഇത്രയും നീചമായിട്ടൊരു കൃത്യം വേറെ ഏതെങ്കിലും ഇതുപോലെ ഒരു കേസ്, ഇത് സാമ്യമകന്ന ഒരു കേസാണ്. ഇതുപോലെ ഒരു കേസ്, ഇതുപോലെ നാറുന്ന ഒരു കേസ്, ഒരു നാറ്റക്കേസ് നമ്മുടെ മന്ത്രിയായിരുന്ന മറ്റേതെങ്കിലും പേർക്കെതിരെ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അത്തരം നമുക്ക് പറയാൻ കൊള്ളാത്ത ജുഗുപ്സാവഹവും അശ്ലീലം കലർന്നതുമായിട്ടൊരു കേസാണ്. അപ്പോൾ ഈ പണം കിട്ടാൻ വേണ്ടി അണ്ടർവെയർ പോലും, പറയാൻ എനിക്ക് നാണമുണ്ട് ആ വാക്ക് പോലും, അടിവസ്ത്രം പോലും മോഷ്ടിച്ചു മാറ്റും കോടതിയിൽ നിന്ന് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു അഭിഭാഷകൻ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു ജനപ്രതിനിധി, അതുപോലെ ഒരു മന്ത്രിയായിരുന്ന ആൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ എന്തെല്ലാം കള്ളത്തരം മന്ത്രിയുടെ കസേരയിലിരുന്നുകൊണ്ട്, MLA-യുടെ കസേരയിലിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യില്ല എന്നൊരു വലിയ ചോദ്യചിഹ്നം സമൂഹ മനസാക്ഷിക്ക് നേരെ ഉയരുന്നുണ്ട്. ആ ചോദ്യം ചിഹ്നം തന്നെയാണ് ഈ കേസിൽ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും ശിക്ഷയുടെ കാര്യങ്ങൾ ഉടൻ തന്നെ വരും. വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൊതുമണ്ഡലത്തിലും വളരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടതാണ്. ഇദ്ദേഹത്തെ പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും ശിക്ഷ കടുത്ത പ്രഹരം കൊടുക്കാൻ, അതായത് തോൽപ്പിക്കാൻ, വോട്ട് കൊടുക്കാതിരിക്കാൻ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടേതായിട്ടുള്ള ഒരു ശിക്ഷയും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.